ഡേ നമ്പർ 1. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഏറ്റവും ആദ്യം ചെയ്യേണ്ടതില്ലേ കൽച്ചട്ടി. കറി ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പറ്റൂല. കൽച്ചട്ടി മയക്കി എടുക്കാൻ 2 weeks വേണ്ടി വരും. പേര് മെൻഷൻ ചെയ്യണില്ല, ചിലരെ കണ്ടാ നമുക്ക് അത്രയും തോന്നൂല. പക്ഷെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴേ അവരെ പറ്റി അറിയാൻ പറ്റും. അല്ല, മനസ്സിലായോ എന്ന് പ്രേക്ഷകരോടാ. പക്ഷെ ആ പ്രോസസ്സിങ് നടത്തുന്നതിന് മുമ്പ് കല്ല് കഴുകരുത്. മദേഴ്സ് ഡേയിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കൽച്ചട്ടിയുടെ ബാക്കിൽ ഞാൻ നിൽക്കുവാ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സീസൺ ചെയ്യേണ്ട വിധം ഇതിൽ തന്നെ ഒരു നോട്ടീസ് ബോർഡ് ഒരു ഇതുണ്ടായിരുന്നു, അതിൽ വിവരമുണ്ട്, എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇത് ഞങ്ങൾ ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടില്ലാത്തത് കൊണ്ടും ഇതിന്റെ രീതി അറിയില്ലാത്തത് കൊണ്ടും അത് വെച്ച് ഫോളോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഞങ്ങളിപ്പോ അവരെ ഒന്ന് വിളിച്ച സംശയങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുകയും ചെയ്ത. ആ ലെറ്ററിൽ എല്ലാം അടിച്ചു വെച്ചേക്കണം, എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലായിരുന്നു. അതും മനസ്സിലാക്കിയെടുത്തു. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് തുടങ്ങുവാണ്. ഫസ്റ്റ് ഡേ അതെ, ഇരിക്കട്ടെ ഇവിടെ. ഏറ്റവും ആദ്യം ചെയ്യേണ്ടതില്ലേ കൽച്ചട്ടി സാധാരണ വെള്ളം ഒഴിച്ച് ചുമ്മാ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കുക. കണ്ടോട്ടോ, അതെ, സാധാരണ വെള്ളം ഒഴിച്ച്, വേറെ ഒന്നും ചെയ്യരുത് അതില്. അതിന് ശേഷമാണ് ബാക്കി പ്രോസസ്സിങ് തുടങ്ങാവുള്ളൂ. കല്ലല്ലേ നമുക്ക് തന്നിരിക്കുന്ന ലീഫ്ലെറ്റിലെ പ്രകാരമാണ് നമ്മൾ ഇത് മയക്കുന്നത്. അതിൽ നിന്ന് ഒരു ചേഞ്ചും ഇല്ല. അവരെ ഇപ്പൊ സംശയം 1-2 കാര്യം അതിൽ എഴുതിയേക്കണം, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് വിളിച്ച് ചെക്ക് ചെയ്തു. അപ്പൊ അവര് കൃത്യമായിട്ട് അത് പറഞ്ഞു തന്നു. നല്ല മറുപടി ആട്ടോ. അവരത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു, നല്ല രീതിയിൽ പറഞ്ഞു തന്നു. അപ്പൊ അതനുസരിച്ച് മാത്രമാണ് നീ പറഞ്ഞ പോലെ ചെയ്യണം. അല്ലാതെ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പൊ ദേ ഇവിടെ തന്നെ ഒഴിക്കുന്നു. അപ്പറേ കൊണ്ടേ ഒഴിച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് ഈ സ്ഥലത്ത് വെച്ചിട്ട് കഴുകണം കേട്ടോ. പാത്രം കഴിയുന്ന അവിടെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റൂല. അതാ. പിന്നെ കല്ലല്ലേ, സിങ്കിലേക്കൊന്നും ഇറക്കി വെക്കാൻ പറ്റൂല, വെയിറ്റ് ഉള്ള സാധനല്ലേ. ഡേ നമ്പർ 1. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇതിപ്പോ സെക്കൻഡ് ഡേയില് എങ്ങനെയാന്നുള്ളത് നാളെ ഇവിടെ ഉള്ളത് കൊണ്ട് നിനക്ക് എടുക്കാം നമുക്ക്. പിന്നെ അത് 10 ദിവസം സെക്കൻഡ് ഡേയിൽ ചെയ്യണ കാര്യം ആവർത്തിക്കുക. അത് കഴിഞ്ഞിട്ടാണ് തേർഡ് ഡേയില് പിന്നെ ചെയ്യാവുള്ളൂ. അപ്പൊ സെക്കൻഡ് ഡേയില് നാളെ നമുക്ക് എടുക്കാം. ഓക്കെ. ചുമ്മാ വെള്ളം ആയതുകൊണ്ട് മുറ്റത്തേക്ക് ഒഴിക്കുക കേട്ടോ. അവിടെ ഞാൻ കഴുകിയേക്കാം. എന്നിട്ട് നന്നായിട്ട് ഉണക്കി എടുക്കുക എന്നാ പറഞ്ഞു. നമുക്ക് നല്ല വെയിലത്ത് വെക്കണ്ട, ചെറിയൊരു ഷെയ്ഡുള്ളിടത്ത് വെക്കാം. അതല്ലേ നല്ലത്. കാരണം ഇന്നിപ്പോ ഇതിലെ പ്രോസസ്സിംഗ് ഒന്നും നടത്തണില്ല. അപ്പൊ ഫുൾ വെയിൽ വേണമെന്നില്ല, ഷെയ്ഡുള്ളിടത്ത് മുറ്റത്ത് തന്നെ വെക്കാം കേട്ടോ. അപ്പയുടെ വെണ്ട ഇനിയിപ്പോ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇപ്പോഴേ പറിച്ച് കളയണ്ട, അത് വെണ്ടയ്ക്ക് ഉണ്ടാവണ്ട, അത് കഴിയുമ്പോ മാറ്റാന്ന് പറഞ്ഞു, ഒഴിവാക്കാന്ന് പറഞ്ഞത്. ഈ ഷെയ്ഡിൽ ഇരിക്കട്ടെ, അത് പോരെ മതി. ഞാൻ പേപ്പർ ഒന്നും വെക്കാതെ ഇവിടെ വെക്കണത് ഇത് ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ ഉണങ്ങിയതിന് ശേഷം വേറെ ഇഷ്ടം പോലെ മെത്തേഡുകൾ ഇതിൽ അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പൊ ഈ ഫോമിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ചുമ്മാ തറയിൽ മണ്ണൊക്കെ ഉണ്ട് അവിടെ വെച്ചിരിക്കണതാ കേട്ടോ. ഓക്കെ. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ആദ്യത്തെ ദിവസത്തെ കഴിഞ്ഞു. ഇച്ചിരി കുമ്മനെ എടുത്തേക്ക്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുത്ത് 1 സ്പൂണിന്. അതെ. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ വിളക്കെണ്ണ, അതായത് നല്ലെണ്ണ, രണ്ടും കൂടെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്യുക. അപ്പൊ അവരെ ചെക്ക് ചെയ്ത് വിളിച്ചപ്പോ അവര് പറഞ്ഞു ചിലപ്പോ കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടി വരും, അത്രയും ഭാഗം കവർ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഉണ്ടാക്കി പേസ്റ്റ് രൂപത്തിലാക്കുക. അപ്പൊ വേണ്ടി വരും എന്തായാലും. തൽക്കാലം ഇത് വെച്ച് നോക്കാം. ഇതുകൊണ്ട് ആകൂല, ആകവും പുറവും ചെയ്യണ്ടേ, മയക്കണ്ടേ. അതെ. ഇനി 1 സ്പൂൺ വെളിച്ചെണ്ണ. ഇപ്പൊ ഒഴിച്ചത് നല്ലെണ്ണ. അതെ, ഇത് കുപ്പി കാണുമ്പോ എല്ലാവർക്കും അറിയാം. അതെ. ഇനി 1 സ്പൂൺ വെളിച്ചെണ്ണ. വിളക്കെണ്ണ ഓർ നല്ലെണ്ണ യൂസ് ചെയ്താൽ മതി അല്ലേ? എടി, വിളക്കെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലെണ്ണയുടെ തന്നെയാണ്. നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ പല ഗ്രേഡിലുള്ളതുണ്ട്.
ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ പലതുണ്ട്. അപ്പൊ ഇത് വിളക്കെണ്ണ തന്നെയാണ്. അല്ലെങ്കിൽ ആവണക്കെണ്ണ ഉപയോഗിക്കാം കേട്ടോ. ആവണക്കെണ്ണ ഉപയോഗിച്ചാൽ അതിന്റെ സ്മെല്ല് ഒരു സുഖയില്ല. അകത്ത് നമുക്ക് പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കൽ നല്ല പങ്കപ്പാടായിരിക്കും. ഇനി ഇത് പേസ്റ്റ് പോലെ ആക്കാനാ പറഞ്ഞ കൈ കൊണ്ട് ചാലിച്ച്. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സാധനം എടുത്തു കഴിഞ്ഞാൽ ആ തവയെന്ന് പോട്ടെ ആ കൽച്ചട്ടിയില് അടി പറ്റാനുണ്ടാവൂല. അപ്പൊ ഇതിന്റെ ഇരട്ടി ക്വാണ്ടിറ്റി എടുക്കാൻ പോവാ. അതായത് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തില്ലേ, അത് പോരാ നമുക്ക്. അപ്പൊ വീണ്ടും എടുക്കുവാണ്. കാരണം അതിന്റെ ഉള്ളും പുറവും മുഴുവൻ ചെയ്യണം. അപ്പൊ നമ്മള് വീണ്ടും 1 ടേബിൾ സ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യുക. അത് നിങ്ങൾ കൃത്യമായിട്ട് സംശയം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ആദ്യം അതിൽ കാണിച്ച പോലെ 1 സ്പൂൺ എടുത്ത് ചാലിച്ച് കാണിച്ചത്. അതുകൊണ്ട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റൂല. അതെ, അതുകൊണ്ട് ദേ കണ്ടല്ലോ. ഇനി 1 ടീസ്പൂണിന് വെളിച്ചെണ്ണയും നല്ലെണ്ണയും സെപ്പറേറ്റ് ഒഴിക്കണം. 1 സ്പൂൺ വീതം, 1 ടീസ്പൂൺ. ഇത് വെളിച്ചെണ്ണ കേട്ടോ. മറ്റേ വിളക്കെണ്ണയും വേണം, അതായത് നല്ലെണ്ണയും വേണം. ദേ കണ്ടോ, വെളിച്ചെണ്ണ. ഇനി നല്ലെണ്ണ. ദേ ഇത് കാണുമ്പോൾ കുപ്പി കാണുമ്പോൾ അറിയാം നമുക്ക് നല്ലെണ്ണയാന്നുള്ളത്. ഇതും കണ്ട് ഏതാണ്ട് മതിയാവുമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് അടപ്പിലൊക്കെ പെരട്ടാൻ വേറെ ചെയ്യാം കേട്ടോ. നമുക്ക് അടപ്പും കട ഉണ്ട് അതിൻ്റെ. ദേ നല്ലെണ്ണ. ഇനി ഞാൻ കൈ കൊണ്ടേ നന്നായിട്ട് ചാലിക്കാം കേട്ടോ. അതായിരിക്കും നല്ലത്. അല്ല, അത് ഞാൻ ആദ്യം കൈകൊണ്ട് ചാലിക്കാതിരുന്നത്. കൈകൊണ്ട് ചാലിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്പൂണിൽ പിടിക്കാൻ ഇഷ്ടമില്ല. അങ്ങനെ വഴുവഴുന്നിരിക്കും. അപ്പൊ മൊത്തം അങ്ങ് കവർ ചെയ്തേച്ച് കാണിച്ചാൽ മതിയല്ലോ എന്ന് കരുതിയ. അപ്പൊ നമ്മളിപ്പോ ചെയ്തേക്കണത് ആരും മിസ്റ്റേക്ക് വരുത്തരുത്. അത്രയും കൽച്ചട്ടിക്ക് വേണ്ടി വരും. ഇതിന് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു. 2 ഗഡുവായിട്ടാണ് എടുത്തേക്കണത്. നിങ്ങളോട് കറക്റ്റ് മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാനാണ് ഞാനത് പറയണത്. 2 ടേബിൾ സ്പൂൺ എടുത്തപ്പോ ഇതിന് ടീസ്പൂണായിട്ട് ഞാൻ ഇതാട്ടോ എടുത്തത്. കൃത്യ അളവ് അങ്ങനെ ഇല്ല. അപ്പൊ ഇതിന് 2 സ്പൂൺ വെളിച്ചെണ്ണ എടുത്തു, 2 സ്പൂൺ വിളക്കെണ്ണ എന്ന് പറഞ്ഞാൽ നല്ലെണ്ണ കേട്ടോ. ഇതിന് പകരം ആവണക്കെണ്ണ ഉപയോഗിക്കാൻ അതിലുണ്ട്. പക്ഷെ അത് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഇല്ല എന്ന് മാത്രമല്ല, അത് ഉപയോഗിച്ച് അതിന്റെ സ്മെല്ല് നമുക്കൊരു സുഖമില്ല. അപ്പൊ നല്ലെണ്ണ ഉണ്ടല്ലോ, അപ്പൊ നല്ലെണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്യും, കൂടെ മഞ്ഞൾപ്പൊടി. അത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ ഞാൻ ക്ലിയർ ആയിട്ട് തന്നതാ. 1 സ്പൂൺ എടുത്താൽ ഒട്ടും ആവൂല. ഇനി കൈകൊണ്ട് കുഴമ്പ് പോലെ ആക്കണം. ഇതിപ്പോ നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. ഇതുകൊണ്ട് തികയൂലെന്ന് എനിക്ക് തോന്നണത്. ഇതെനിക്ക് തോന്നുന്നത് അടപ്പേ പറ്റാനും ഉണ്ടാവുള്ളൂ അല്ലേ? എന്തായാലും വേണമെങ്കിൽ ഒന്ന് പെരട്ടി നോക്കാം. അല്ല, പെരട്ടി നോക്കുമല്ല, അങ്ങനെ പെരട്ടി നോക്കാൻ പോകണ്ട. പിന്നെ കയ്യിൽ പറ്റിക്കാൻ പറ്റില്ല. മഞ്ഞപ്പൊടി വേറെ എടുക്കട്ടെ കേട്ടോ. ഈ ഡപ്പയിൽ തീർന്നു മഞ്ഞപ്പൊടി. വേറെ എടുക്കാം. 1 സ്പൂണും കൂടെ എടുക്കാതെ കലത്തിന്റെ അകത്ത് പോലും ആവൂല. ഞാൻ എടുത്തോണ്ട് വരാം മഞ്ഞൾപ്പൊടി. എനിക്ക് തോന്നി ഈ പേസ്റ്റ് കൊണ്ടാവൂല. അത് ഞാൻ പറഞ്ഞില്ല, നോട്ടീസിൽ അവര് സ്ലിപ്പ് വെച്ചേക്കണതിൽ അതിന്റെ അളവ് പറഞ്ഞേക്കണ എത്ര ചേർക്കണോന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാവൂല. വലിയ പാത്രത്തില് മഞ്ഞൾപ്പൊടി എടുത്തു. ഐസ്ക്രീം അല്ല കേട്ടോ, അല്ല. വെളിച്ചെണ്ണ കേട്ടോ. 1 സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. ഇനി നല്ലെണ്ണ. ഇങ്ങനെയില്ലേ 10 ദിവസം ഇത് ചെയ്യണം. ഓരോ ദിവസവും ഇങ്ങനെ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെക്കുക. ഇത് ഉണക്കി എടുക്കുക. എങ്ങനെയാണ് ഒരുപാട് വെയിൽ കൊള്ളിക്കണ്ട. ഉണക്കി കഴിയുമ്പോൾ പറയാം നമുക്ക്. അല്ല, ഉണക്കി എടുക്കുക. അതിനുശേഷം ഓരോ ദിവസവും കഴുകാതെ വീണ്ടും പിറ്റേ ദിവസം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. നല്ലെണ്ണ കണ്ടോ. ശരി. അപ്പൊ ഇടയ്ക്ക് നോക്കാൻ വന്നു. 10 ഡേയ്സ് അല്ല, നമ്മളിത് ചെയ്തിട്ടില്ലോ. അതാ 10 ഡേയ്സ് ഇത് ചെയ്യണം. അത് ശരി, മയപ്പെടുത്താനായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രോസസ്സിങ്. ഇനി നമുക്ക് ഏതാണ്ടാവൂന്ന് തോന്നണം അല്ലേ? അതെ അതെ അതെ. നമുക്ക് കൽച്ചട്ടി പുറത്തേക്ക് വെച്ച് പുറത്തിരുന്ന് ചക്ക വെട്ടണ സ്ഥലത്തിരുന്ന് ചെയ്യാം. പെരട്ട കേട്ടോ. ദേ ഇപ്പം ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഏതായാലും പെരട്ടി നോക്കാം. അപ്പം ദേ നമുക്ക് പെരട്ടി നോക്കാം. അതെ കേട്ടോ. അടപ്പാതിങ്ങി മാറ്റട്ടെ. ആദ്യം അകത്ത് പെരട്ടാം. അതെ, ഇതിലേക്ക് പെരട്ടാൻ തോന്നണില്ല. നല്ല ഭംഗിയായിട്ട് ഇത് പെരട്ടി കഴിയുമ്പോ ഇത്രയും ദിവസങ്ങൾ ചെയ്ത് കഴിയുമ്പോ കറുത്ത് കളർ വരും. അവര് പറഞ്ഞ ഒരു 4-5 ദിവസം പെരട്ടുമ്പോ ഇല്ലേ, എണ്ണ കുടിച്ച് അതിലേക്ക് കല്ലിലേക്ക് എണ്ണ ശരിക്കും അങ്ങ് വ്യാപിക്കുന്നു. മഞ്ഞളും എണ്ണകളെ ആദ്യത്തെ 1-2 ദിവസം പെരട്ടുമ്പോ നല്ല റഫായിട്ടിരിക്കുന്നു. പറയാ അല്ല ചെയ്യാം, നമുക്ക് കാണിക്കാം.
ഇത് പെരട്ടി കഴിഞ്ഞ് ബാക്കിയുള്ള പ്രോസസ് പറഞ്ഞു. ഇപ്പം ഒരു സ്പൂണിന്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ടേബിൾ സ്പൂണിന് 1 ടീസ്പൂൺ നല്ലെണ്ണയും വേണം, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും വേണം. ഇപ്പം അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി ചേർക്കുക കേട്ടോ. ഇത് ഒരു സ്പൂണും കൊണ്ട് മയക്കാൻ പറ്റൂല്ലോ ഏതായാലും. അപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, പറഞ്ഞുതരാം. നല്ല അരം പോലെയാ പെരട്ടുമ്പോ. കല്ലല്ലേ അവര് പറഞ്ഞു ഒരു 5 ദിവസം പെരട്ടി കഴിയുമ്പോഴത്തേക്ക് എണ്ണ നന്നായിട്ട് കുടിച്ച് കല്ലേൽ ഇതാവൂന്ന്. ആദ്യത്തെ ദിവസം ഭയങ്കര 2-3 ദിവസം റഫായിരിക്കും എന്ന് പറഞ്ഞു. വെറുതെ അല്ല, ഇപ്പൊ ഈ ഈസി കുക്കിങ്ങിന് എല്ലാവരും മറ്റു പാത്രങ്ങൾ കാരണം ഈ മയക്കിയിരിക്കാനൊക്കെ എവിടെയാ നേരം. ശരിയാണ്, ജോലിയുള്ളവരെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറി ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പറ്റൂല. ഒരുപാട് പേര് മാമ്പഴം കണ്ടപ്പോ വീഡിയോസിൽ പറഞ്ഞായിരുന്നു, അവിടെ ഇരിക്കലേ മണ്ണ വരായിരുന്നു, പറഞ്ഞായിരുന്നു ഇനി കൽച്ചട്ടിയിലായിരിക്കുമല്ലോ മാമ്പഴക്കറിയെന്ന്. പക്ഷെ കൽച്ചട്ടി മയക്കി എടുക്കാൻ 2 വീക്സ് വേണ്ടി വരും. അതെ, അപ്പൊ അന്നേരത്തേക്ക് മാമ്പഴം ഉണ്ടാക്കി കാണിക്കാം. ഉണ്ടാവും. ഫ്രിഡ്ജിൽ ഏതാണ്ടൊക്കെ ഇരിപ്പില്ലേ മാമ്പഴം? ഫ്രിഡ്ജിലാണോ? നല്ല ഫ്രീസറിൽ ഇരിപ്പുണ്ട്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായ മാങ്ങ. പക്ഷെ ഇതൊന്നും കോട്ടപ്പടിയിലെ അമ്മായിയുടെ മാമ്പഴം കൊണ്ടുള്ള കറിയുടെ അയൽവക്കത്ത് പോലും വരില്ല. അതായിരുന്നു മാമ്പഴക്കറി. അതാ മാമ്പഴത്തിന്റെ പ്രത്യേകത കേട്ടോ. അത് കണ്ടപ്പോ ഇത്രയും കേമനാവും മാമ്പഴക്കറി ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. അതെ, ചിലരെ ഇല്ലേ, എനിക്ക് അനുഭവം ഉള്ളതാ. ഇവിടത്തെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ചെന്നത്, ഞാൻ പേര് മെൻഷൻ ചെയ്യണില്ല. ചിലരെ കണ്ടാ നമുക്ക് അത്രയും തോന്നൂല, പക്ഷെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴേ അവരെ പറ്റി അറിയാൻ പറ്റും കേട്ടോ. അത് ഞാൻ പണ്ടേ മനസ്സിലാക്കിയിട്ടുള്ള കാഴ്ചയിലുള്ള സൗന്ദര്യമല്ല, അതെ, യഥാർത്ഥ സ്വഭാവം. അതെ, സ്വഭാവം. അടപ്പിലും വേണം അല്ലെ? എല്ലായിടത്തും വേണം, പുറമേ വേണം. ഈ കലാദ്യം കഴിയട്ടെ, അടപ്പിലേക്ക് കണ്ട് ഇപ്പൊ അകമൊക്കെ ഒരുവിധായി. നോക്ക ഇനി പുറം. ഇനി പുറം ഇത് നന്നായിട്ട് ഇങ്ങനെ ഇത് ചെയ്തില്ലെങ്കിൽ അവര് പറഞ്ഞ കഴിച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോ വിണ്ടെങ്കിൽ ഒരു പോകുന്നു, പൊട്ടുകുന്ന കല്ലല്ലേ. പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇത് കഴിയുമ്പോ പറഞ്ഞു തരാം കേട്ടോ. ഉപയോഗിക്കുന്നതിന് മുമ്പ് പറഞ്ഞുതരാം. ഞങ്ങള് ഓൺലൈനിൽ വരുത്തിയത് കൊണ്ട് അവരുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചായിരുന്നു. അപ്പോൾ കുറേ സംശയങ്ങൾ അവർ അതിൻ്റെ മറുപടികളൊക്കെ തന്നു. നല്ല 3 ലിറ്റർ നന്നായിട്ട് അവർ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ ചെയ്യണം. എനിക്കറിയില്ലായിരുന്നു എങ്ങനെയൊക്കെ അതിൻ്റെ ഇതെന്ന്. അപ്പോൾ അവരാ പറഞ്ഞു തന്നെ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാം, ഉപയോഗിക്കുന്നതിന് മുമ്പ് പറയാം എന്തായാലും. ഭയങ്കര അടി ഇതിന്. നല്ല എല്ലായിടവും കവർ ചെയ്യണത്. ഈ മഞ്ഞൾപ്പൊടി മാത്തുക്കുട്ടിയുടെയാ. നല്ല മഞ്ഞളാ, ഓർഗാനിക്കാ. എങ്ങനെയായി കല അകം പുറം കണ്ടു. ഇതിൽ തികയോ നോക്കട്ടെ കേട്ടോ. അത് തികയ്ക്കാം, നമുക്ക് അകവും പുറവും വേണമല്ലോ. എല്ലാ ദിവസവും ഉണ്ടല്ലോ ഇത്. പ്രക്രിയ കുറെ ദിവസം ചെയ്യണ്ടേ. അങ്ങനെ അടപ്പും ഇതുമല്ല ഞാൻ വളരെ സൂക്ഷിച്ചത് പിടിക്കണത്. ഞങ്ങളങ്ങ് ഇത് ഉള്ളത് ബാക്കിയും കൂടി ഉള്ളത് അങ്ങ് ചെയ്യാട്ടോ. അതെ, കാണിച്ചു തരാം. നമുക്ക് ഒരുപാട് വെയിലത്തേക്ക് വെക്കണ്ട കേട്ടോ, ചെറിയ ഷെയ്ഡ് ഉള്ളിടത്ത് വെക്കാം. നീ ഇങ്ങനെ ഇല്ലേ, ഇനി പറയാം. നീ ഇങ്ങനെ ഇത് നമ്മൾ ഷെയ്ഡത്ത് കൊണ്ടുപോയി വെച്ച് ഇത് ഉണക്കിയെടുക്കുക. ഉണക്കിയിട്ട് അതേപടി അകത്ത് കയറ്റി വെക്കുക. അകത്ത് കയറ്റി വെക്കണത് അകത്ത് കയറ്റി വെച്ചിട്ട് എന്നാ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ പ്രോസസ്സിങ് തന്നെ നടത്തണം. പക്ഷെ ആ പ്രോസസ്സിങ് നടത്തുന്നതിന് മുമ്പ് കല്ല് കഴുകരുത്. എനിക്ക് സംശയമായിരുന്നു കഴുകിയേച്ചാണോ വീണ്ടും ചെയ്യേണ്ടത്. കഴുകാൻ പാടില്ല. ഇതിലേക്ക് ഈ ഉണങ്ങി പിടിച്ചിരിക്കുന്നതിലേക്ക് വീണ്ടും ഇത് ചെയ്യുക. അങ്ങനെ ദിവസങ്ങളോളം ചെയ്യുക. ഓരോ ദിവസം അങ്ങനെ ചെയ്ത് പിന്നത്തെ പരിപാടി 10 ദിവസം കഴിയുമ്പോൾ പറയാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ നമുക്ക് വെയിലത്ത് വെക്കാം. ഓർക്കേണ്ടത് ഫസ്റ്റ് ഡേയിൽ ഉണക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഡേയിൽ ചെയ്യുമ്പോ കഴുകരുത് കല്ല്. അത് മാത്രം ഓർത്തേച്ചാ മതി കേട്ടോ. അതിന്റെ പുറത്തേക്കാ ചെയ്യണ്ട. അപ്പൊ ഇത് ഉണങ്ങി പറ്റി പിടിച്ചിരിപ്പുണ്ടാവും. അപ്പൊ അതിന്റെ പുറത്തേക്ക് വീണ്ടും ഇങ്ങനെ ലേപനം പുരട്ടുക. അങ്ങനെ മനസ്സിലായോ? അല്ല മനസ്സിലായോ എന്ന് പ്രേക്ഷകരോടാ അങ്ങനെയാ ചെയ്യേണ്ട. കഴുകി കളയരുതെന്ന് മാത്രം. ഇത് ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു അവരോട്. അപ്പൊ അവര് പറഞ്ഞിടേ പാത്രം ഇനി അവിടെ കൊണ്ട് വെക്കാം. എന്തെല്ലാം മെനക്കെട്ട പരിപാടികളല്ലേ. നല്ല സാധനല്ലേ.
പോരെ? അതെ, നമ്മുടെ പാഷൻ ഫ്രൂട്ട് പന്തലിച്ച് നിൽക്കുന്നു. അതെ അതെ അതെ, ഒരുപാട് വെയിലുള്ളിടത്ത് ഞാൻ വെക്കണില്ല കേട്ടോ. ഇവിടെ ഷെയ്ഡ് ചെറിയ വെയിൽ. ഇവിടെ വെള്ളം ഒഴിച്ച് ഇന്നലെ ചുമ്മാ വെള്ളം ഒഴിച്ച് കഴുകി വെച്ച് ഉണക്കാൻ വെച്ചില്ലേ, അവിടെ തന്നെ വെച്ചേക്കണം. അപ്പൊ എന്നാന്ന് വെച്ചാ ആവശ്യത്തിന് വെയിലുണ്ടെന്നാ അധികം വെയിലില്ല. ഓക്കെ, ഇനി ഉണങ്ങി അകത്തെടുത്ത് വെക്കുമ്പോ കാണിക്കാം. അതെ, ചവയുടെ പോവൊക്കെ വല്ലാണ്ടിരിക്കുന്നത്. ഞാൻ പുറത്തൊന്ന് കഴുകിയതാ, തലക്ക് സോപ്പിട്ട് കൈ ഒന്ന് കഴുകണത് ആദ്യം. ഞാൻ കാണിച്ചു തരാം കൈയുടെ നല്ല രൂപം. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. അത് ഈ എണ്ണയുടെ സോപ്പ് മുഴുവൻ മങ്ങളായി. സ്ക്രബ് എടുക്കുമ്പോയില്ലേ, സ്ക്രബിൽ മുഴുവൻ മഞ്ഞളാവും. പഴയ സ്ക്രബ് എടുക്കഴിഞ്ഞു. കളിച്ചട്ടി, ഈ കളിച്ചട്ടി ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 6 ദിവസം മയക്കി. കാരണം ഇന്ന് മയക്കാതിരുന്നത് എല്ലാ ദിവസവും ഇപ്പൊ 2-3 ദിവസമായിട്ട് മഴയല്ലേ. അപ്പൊ മഴയാണെങ്കിൽ ഞാൻ ചെയ്യണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പെരട്ടിയേച്ചില്ലേ, കുറച്ച് സമയം എപ്പോഴെങ്കിലും ഒക്കെ തുറന്നു കിട്ടൂലേ, അന്നേരം പുറത്തേക്കൊന്ന് എടുത്ത് വെക്കും. പിന്നെ ചില ദിവസം അങ്ങനെ തോന്നിയില്ലാന്ന് കാണുന്ന ദിവസം ഞാൻ മയക്കുമായിരുന്നു. അപ്പൊ ഈ ടിൻ ഷീറ്റിന്റെ അടിയിൽ പൊക്കത്തില ടെറസ് മുളഞ്ഞ് നോക്കിക്ക് സൂം ചെയ്ത് അവിടെ കയറ്റി വെക്കും. അപ്പൊ എന്താണെന്നറിയാമോ, ഈ മഴയില്ലാത്ത സമയത്ത് സൈഡ് ഇക്കടെ അവിടെ നിന്ന് വെയിലേറെ അടിച്ചോളും. അങ്ങനെ വെക്കും. പിന്നെ അവരെ ഞാൻ വിളിച്ച് ചോദിച്ചില്ല, ഇങ്ങനെ വെയിലേറെ അടിച്ചില്ലെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഇന്ന് ഞാൻ വെളിച്ചെണ്ണയും മഞ്ഞളും അരച്ചല്ല മിക്സ് ചെയ്ത് പെരട്ടിയിട്ടില്ല. അതിന്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലെണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്യുക, അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക, എന്നിട്ടാണ് പെരട്ടണത്. ഇന്നലെയൊക്കെ പെരട്ടിയത് ഓൾറെഡി ഉണങ്ങിയിട്ടില്ല. പിന്നെ വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോഴുള്ള കളറ് മാറി ഒറിജിനൽ കല്ലിന്റെ കളറായി രൂപാന്തരപ്പെട്ടു. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ച് ടേബിളിൽ ഇരുന്നപ്പോൾ നല്ല കളറായിരുന്നല്ലോ എന്ന്. അപ്പം മയക്കണ ലീഫ്ലെറ്റിൽ എഴുതിയിട്ടുണ്ട് 3-4 ദിവസം കഴിയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കളറിലേക്ക് വരുന്ന. ഇതിപ്പോ നമ്മുടെ ഇടിയല്ലിന്റെ ഒക്കെ അതേ സെയിം കളറായി. കല്ലാണല്ലോ ഇത്. 6 ദിവസമായ ചട്ടിയാട്ടോ. 10 days ഇങ്ങനെ ചെയ്യണം, അതിനുശേഷമാണ് ബാക്കി പരിപാടികൾ. അപ്പൊ ഇനി ഓക്കെ, നമ്മളെ 10 days മഞ്ഞൾ, നല്ലെണ്ണ, വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് മഞ്ഞൾ പുരട്ടി വെച്ചിരുന്ന് കളിച്ചട്ടി വെയിലത്ത് വെക്കാനായിട്ടാ കാറ്റലോഗിലുണ്ടായിരുന്നു. പക്ഷേ 5-6 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ വെയിലില്ല, മഴ തുടങ്ങി. അപ്പം ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ പുറത്ത് ടെറസ് മുകളിൽ വെറുതെ ഈ ഷീറ്റിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കും കേട്ടോ. പുറത്ത് വെക്കാൻ നിവൃത്തിയില്ലോ, അല്ലാണ്ട് മഴയല്ലേ. അപ്പോൾ ഷീറ്റിൻ്റെ മുകളിലാകുമ്പോൾ വെയിലൊന്നുമില്ല, മഴ നനയൂലെന്ന് മാത്രം. അങ്ങനെ 10 ദിവസം റിപ്പീറ്റ് ചെയ്ത് പരിപാടി നടത്തിയതാണ്. അത് നടത്തിയിട്ട് ഇനി അത് ആദ്യം വെള്ളം മഞ്ഞളാട്ട മുഴുവനിത് ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ച് വെറുതെ ചകിരിയിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിന് ശേഷം സോപ്പ് പൗഡർ ഇട്ട് വൃത്തിയായിട്ട് കഴുകണം. പിന്നെ എന്നാ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ഈ കളിച്ചട്ടി മേടിച്ചിട്ട് എന്തായി എന്ന് ചോദിക്കാറില്ലേ. അതിന് നീണ്ട ഒരു പ്രോസസ്സിങ് ഉള്ളത് കൊണ്ടാണ് ഇത് വൈകണത്, ഇത് ചെയ്ത് തീർക്കാൻ. അപ്പൊ അതില് പറഞ്ഞിരിക്കുന്ന വിധം തന്നെ ഈ പരിപാടി ചെയ്യണം, എന്നാലാണ് ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ സംഗതി. അതുകൊണ്ടാണ് ഡിലേ വന്നത് കേട്ടോ. പിന്നെ വീക്കെൻഡ് ആവാതെ ഇതിന്റെ വീഡിയോ ഒന്ന് ചെയ്യാനും പറ്റില്ല. ഇവിടെ ഉള്ളപ്പോഴേ ഇത് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനിത് ചെയ്യൂല, മകളാണിത് ചെയ്യണത്. എൻ്റെ കൈ മുഴുവൻ മഞ്ഞളായി കേട്ടോ. എൻ്റെ ഇടയ്ക്ക് പറയട്ടെ. അപ്പം ഇത് നമ്മളെ സാധാരണ അല്ല ഓർഡിനറി വെള്ളം ഒഴിക്കുന്ന കഴുകി വെച്ച് മെനയായിട്ട് അത് എടുക്കുക. അത് കഴിഞ്ഞ് സോപ്പ് പൊടി ഇട്ട് കഴുകുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്നാന്നുള്ളത് പിന്നെ കാണിച്ചു തരാം. കഞ്ഞിവെള്ളം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് വാർത്ത. കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിക്കണം ഇത്. എന്നിട്ട് നേരത്തോട് നേരെ ഇത് വെച്ചേക്കണം. അങ്ങനെ 2 days റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. അതിനുശേഷം സംഗതി വൃത്തിയായിട്ട് കഴുകി വെച്ച് ഉപയോഗിക്കാം എന്നാണ് എഴുതിയേക്കണത് അതിന്. അപ്പം അത് പ്രകാരമാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. ഭയങ്കര വെയിറ്റാ, കളിച്ചട്ടിയല്ലേ, സൂപ്പർ സാധനം ആട്ടോ. നിങ്ങളുടെ പുറത്തുള്ള ഈ കഴുകി ഒഴിക്കുന്ന സ്ഥലത്താട്ടോ ഞങ്ങളിട്ട് കഴുകണത്. ഓ ഇതുണ്ടോ നമ്മുടെ കൈ. ഞാൻ ഒരു വണ്ടി വന്ന സൗണ്ട് കേട്ട് ശ്രദ്ധിച്ചതാണ്. അപ്പുറത്തെ കുഞ്ഞേട്ടൻ്റെ വീട്ടിലേക്കാന്ന് പോത്തിന് കൊടുത്തെന്ന് പറഞ്ഞായിരുന്നു അവരുടെ. ചിലപ്പോൾ കൊണ്ടുപോകാൻ വന്നതായിരിക്കും. പിന്നെ ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ട് നോക്കിയതാട്ടായിരുന്നു. ഇന്നലെ വന്നപ്പോൾ പറഞ്ഞു കൊടുത്തു, ഇന്ന് മഴയായതുകൊണ്ട്. നല്ല സൂപ്പർ സാധനം അല്ലേ.
കാല് കെട്ടി വെക്കണം ഇങ്ങനെ കുട്ടക്കാലിൽ നിന്ന്. ഇങ്ങനെ ഇപ്പൊ അത്ര എളുപ്പമല്ല. ഇനി മഞ്ഞപ്പ് കളയാൻ എന്ത് ചെയ്യണം? ഇച്ചിരി മഞ്ഞപ്പൊക്കെ ഇരുന്നോട്ടെ, നല്ലതല്ല. വേണ്ട, ഇപ്പൊ അതിന്റെ കളറ് മാറി മാറി വന്നത്. ഇതിപ്പോൾ മഞ്ഞളിൻ്റെ നിറങ്ങി വൃത്തിയായിട്ട് തേച്ച് കഴിയുന്നേരം മഞ്ഞൾ ദ്രാക്ഷി പോകും. 11 ദിവസമായി. അല്ല, നിങ്ങളുടെ പകലുള്ളപ്പോഴല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് വെള്ളത്തിൽ കഴുകുക. വളരെ ഗന്ധമുണ്ടെങ്കിൽ നാരങ്ങ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യും. കൾച്ചിട്ടിയുടെ 3 ലിറ്ററിന് കുത്തി വെച്ചേക്കണത് ഇവിടെ ഇരിപ്പുണ്ട് എപ്പോഴും. ഇനി എന്നാന്നറിയാമോ, ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകട്ടെ കേട്ടോ. എന്നിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് ഈ പാത്രം വക്കോളം വെക്കണം. എന്നിട്ട് ഗ്യാസിൽ എവിടെയാണെന്ന് വെച്ചാൽ തിളപ്പിക്കണം. നമ്മൾ ഗ്യാസിലാണ് വെക്കണത്. തിളപ്പിച്ചിട്ട് നേരം വെളുക്കുന്നവരെ തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് അത് അതിൽ വെച്ചേക്കുക. നാളെ അതെടുത്ത് ആ വെള്ളം മാറ്റി ചുമ്മാ വെള്ളത്തിൽ വെറുതെ ഈ പാത്രം കഴിച്ചിട്ട് കഴുകുക. അതിന് ശേഷം ഒരു ദിവസം കൂടെ കഞ്ഞിവെള്ളം ഒഴിപ്പിച്ച് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് നല്ല വെള്ളത്തിൽ കഴുകി സോപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വെച്ച് ഉപയോഗിക്കാനെടുക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാമെന്നൊരു കാര്യം, കഞ്ഞിവെള്ളം തികഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ അരി കഴുകണ കാടിവെള്ളം എടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ കഞ്ഞിവെള്ളം ഫുള്ള് ചിലപ്പോൾ തികയണമെന്നില്ല. ഇങ്ങനെ തികയാതെ വന്നാൽ അങ്ങനെ എടുക്കാം. നമുക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാം. ഇതേക്കണ്ടാകാം. നല്ല നീറ്റായി. കുറേ ഇച്ചിരി കൂടെ മഞ്ഞൾ രാശി പോകാനുണ്ട്. അത് ഉപയോഗിക്കാനില്ലാത്തതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് വൃത്തിയായിട്ട് പുറം തേച്ച് കഴുകി എടുക്കാം കേട്ടോ. ദേ നമുക്കുണ്ട് ഏതാണ്ട്. ഇനി നമുക്ക് തിളപ്പിക്കാം കേട്ടോ. അപ്പൊ ദേ കഞ്ഞിവെള്ളം നന്നായിട്ട് അതിൽ തിളച്ചു. ഞാൻ അവിടെ വേറെ ഒരു ഇലക്ട്രീഷ്യൻ ചേട്ടൻ വന്ന് അങ്ങോട്ടൊന്ന് പോയപ്പോഴത്തേക്ക് ഇവിടെ പിന്നെ അത് ഓഫ് ചെയ്തു. കാരണം തിളച്ച് മറിഞ്ഞായിരുന്നു. ഞാനത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അടപ്പേ നല്ല ചൂടാ അല്ലേ? ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ഇങ്ങനെ ഈ പാത്രത്തിൽ ഇങ്ങനെ തന്നെ ഇതിരിക്കണം. തണുത്ത് കഴിഞ്ഞിട്ടും നാളെ പകല് ഇത് മറിച്ച് കളഞ്ഞു വെച്ച് നാളത്തെ കഞ്ഞോളം ഒഴിക്കണം. എന്നിട്ട് ആ കഞ്ഞോളം ഇതുപോലെ തിളപ്പിക്കണം. എന്നിട്ട് മറ്റന്നാൾ അതെടുത്തേച്ച് മറിച്ച് കളഞ്ഞു വെച്ച് സോപ്പ എന്തെങ്കിലുമൊക്കെ ഇട്ട് എന്നായിട്ടാണ് നമ്മൾ പാത്രം കഴിയണമെന്ന് വെച്ചാൽ അതിട്ട് കഴുകി നീറ്റാക്കി എടുക്കുക, ഉപയോഗിക്കുക. അത്രയാണ് പ്രോസസ്സിങ്. കഞ്ഞിവെള്ളം ഞാൻ പറഞ്ഞില്ലേ, മുഴുവൻ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ അരി കഴുകിയ കാടിവെള്ളവും കൂടെ അതിലേക്ക് ഒഴിക്കുക. അപ്പൊ കണ്ടോ മഞ്ഞൾ രാശിയൊക്കെ ഉണ്ട്. പോയിട്ടില്ല, അതാ മഞ്ഞ കളർ കൂട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോസസ്സിങ് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. കൽച്ചട്ടി 10 days നമ്മൾ നല്ല വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലോ എന്തിലെങ്കിലും നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ പുരട്ടി ക്ലീൻ ചെയ്യണ കാണിച്ചിട്ടുണ്ട്. 10 days കഴിഞ്ഞിട്ട് നമ്മൾ അത് ചുമ്മാ വെള്ളത്തിൽ വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ ചുമ്മാ വെള്ളത്തിൽ കഴുകിച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചത് നിങ്ങളെ കാണിച്ചായിരുന്നു. അത് 1 day നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നടന്നില്ല. 2nd ഡേയിലും അത് ചുമ്മാ വെള്ളം ഒഴിച്ച് കഴുകിച്ച് കഞ്ഞിവെള്ളം നിറച്ച് തിളപ്പിച്ചേച്ച് 24 hour അതിലത് വെച്ചിട്ട് തേച്ച് കഴുകിയെടുത്ത രംഗാണിത്. ഇനിയിപ്പം നമ്മൾ സോപ്പ് പൊടിയൊക്കെ ഇട്ട് ക്ലീൻ ആക്കി എടുക്കുവാണ്. ക്ലീൻ ആക്കി എടുത്തേച്ച് പാചകത്തിന് ഉപയോഗിക്കാം. അപ്പൊ അത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അതോടുകൂടി കൽച്ചട്ടി ക്ലീനിങ് സീസണിങ് നമ്മുടെ അവസാനിക്കുകയാണ്. എല്ലാവരും കാത്തിരുന്ന കൽച്ചട്ടി മയക്കൽ പ്രോസസ്. നിങ്ങൾ എപ്പോഴും ചോദിക്കില്ല എന്താ കൽച്ചട്ടിയുടെ വീഡിയോ വരാത്ത കുക്കിംഗ് വരാത്തതെന്ന്. ഞാൻ ഇത് ചെയ്യണത് ചകിരി കൊണ്ടാട്ടോ, സ്ക്രബൊന്നുമല്ല, ചകിരിയാ ഉപയോഗിക്കണം. ഇതില് അവരുടെ കാറ്റലോഗിലുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സ്പോഞ്ചോ പച്ച സ്ക്രബോ ചകിരിയോ എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷെ സ്റ്റീലിന്റെ സ്ക്രബ് മാത്രം ഇതിലിട്ട് കഴുകരുത്. അങ്ങനെ അവർ എഴുതിയാക്കുന്നതുകൊണ്ട് ഞാൻ ചകിരി നൈസായിട്ട് കീറിയെടുത്തേച്ച് ഇത് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. പണ്ടത്തെ കാലത്തൊക്കെ ചകിരിയും കണ്ടല്ലേ നിനക്കറിയില്ല, സ്ക്രബൊന്നുമില്ല. അന്നത്തെ കാലത്തൊക്കെ അലൂമിനിയം കല്ലോ എല്ലാം ചകിരിയും ചോരാ കൊച്ച തേച്ച് വിടാൻ എടുക്കണത്. ചട്ടിയും കൽച്ചട്ടി സാമാനങ്ങളെല്ലാം നല്ലൊരു പ്രോസസ്സിങ് ആയിരുന്നത്. ഇത്രയും ദിവസമായിട്ട് അതിപ്പം 7 ദിവസമായിട്ട് വെയിലത്ത് വെക്കാൻ പറ്റുള്ളൂ. മഞ്ഞളും എണ്ണയും പെരട്ടേച്ച്. ബാക്കി മഴ വന്നതുകൊണ്ട് പിന്നെ ഞാൻ വെയിലത്തൊന്നും വെച്ചില്ല, ഷെയ്ഡിന്റെ അടിയിലൊക്കെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പൊ എന്നാന്ന് വെച്ചാൽ വെയിൽ കൊണ്ടില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് ഞാൻ അവരെ ബന്ധപ്പെട്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ അത്രയും ദിവസം ചെയ്തു, വെയിൽ കൊണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, പുറത്തൊന്ന് വെച്ചേക്കാൻ പറഞ്ഞു. ഇപ്പൊ വെയിലില്ലാതെ നമുക്ക് വെയിൽ കൊള്ളിക്കാൻ പറ്റൂല്ലോ. അവരുടെ അളവ് എഴുതിയതാണ് 3 ലിറ്റർ. 3 അല്ലേ? ആ കളറ് മാറി ഇപ്പൊ ശരിക്കും കല്ലിന്റെ കളറിലേക്ക് വന്നതുണ്ടോ? ഞാൻ ഇച്ചിരി
വിംബാർ എടുത്തോണ്ട് വരട്ടെ ചകിരിയില, എന്നിട്ട് അതിന്റെ അകത്ത് അതിട്ട് തേച്ച് കഴുകാം അടപ്പയിലൂട്ടാ. അകമൊക്കെ ക്ലീൻ ആണ്. ഇനി നമ്മൾ പാചകത്തിലേക്ക് തുടങ്ങാൻ പോവാണ്. കാത്തിരുന്നു. 10-12 ദിവസം കഴിഞ്ഞു ഇപ്പൊ അല്ലേ? കഴിഞ്ഞു 2 ആഴ്ച കഴിഞ്ഞു. മേടിച്ച് ഒരാഴ്ച കഴിഞ്ഞ സൺഡേ ഇത് വന്നത് കൊണ്ട് പിന്നെ ആ ആഴ്ച സീസണിങ് നടത്തിയില്ലല്ലോ. അതെ, പിന്നത്തെ ആഴ്ച നീ വന്നപ്പോഴല്ലേ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഒരാഴ്ച ചുമ്മാതെ അനങ്ങാതെ ഇത് ഇരുന്നു. പിന്നെയാണ് സീസണിങ് തന്നെ തുടങ്ങിയത്. അതെ, മഞ്ഞളിന്റെ മഞ്ഞരാശിയൊക്കെ പോകാനായിരുന്നു. നമ്മള് എണ്ണയില് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് ചാലിച്ചതുകൊണ്ട് സ്മെല്ലൊന്നുമില്ല. ആവണക്കെണ്ണയാണെങ്കിലേ സ്മെല്ല് തന്നെ. അത് ഒരിക്കലും നിവൃത്തിയുള്ളവർ, എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ നിവൃത്തിയുള്ളവർ നല്ലെണ്ണ തന്നെ ചേർത്താൽ മതി. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവണക്കെണ്ണ വന്നാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. എടുത്തോളാം സഡൻ. തമ്പനയിൽ എടുക്കാൻ പോവാട്ടോ. അമ്മയുടെ മുഖം കാണുന്നില്ല. ഇങ്ങോട്ട് സൈഡിലേക്ക് പിടിക്കും. ചിരിച്ചേ. മഴ പെയ്തെല്ലാം അളിഞ്ഞു കിടക്കണം. ക്ലീൻ ചെയ്തത്. നമുക്ക് പാചകം തുടങ്ങാം. അവരവിടെ വർക്ക് നടക്കുന്നു. അല്ലെങ്കിൽ സൗണ്ട് കേൾക്കും. വേണ്ട വേണ്ട കേക്കില്ല. നമുക്ക് പരിപാടി തുടങ്ങാം. അതെ.